പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്ത് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, എല്ലാം വരങ്ങള്, ഫലങ്ങള്, കൃപകള് എല്ലാം ചൊരിഞ്ഞ് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, സഭയെ, പൗരോഹിത്യത്തെ, സന്യാസ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഒരുക്കത്തിന്റെ ഈ 8-ാം ദിവസത്തില്, ഈ നൊവേനയില്, ഈ പ്രാർത്ഥനയില് നമ്മളിത് പ്രത്യേകം സമർപ്പിച്ച് നമ്മുടെ കത്തോലിക്ക സഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഭിവന്യ പരിശുദ്ധ പിതാവിനെ, എല്ലാ പിതാക്കന്മാരെ, കർദിനാൾമാരെ, മെത്രാന്മാരെ, വൈദികരെ, സന്യാസിമാരെ പ്രത്യേകമാം വിധത്തില് നമുക്കൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ സഭയെ മുഴുവൻ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ആദിമ സഭയുടെ കൂട്ടായ്മ, അപ്പം മുറിക്കല്, വചന ശുശ്രൂഷ, അതൊക്കെ വലിയ ശക്തമായ അഭിഷേകത്തിന്റെ ഫലങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്നേഹം, പങ്കുവയ്ക്കല്, പ്രാർത്ഥന, ഭയങ്കരമായ ഐക്യം അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർ തമ്മില് ഭയങ്കരമായ ക്ഷമയും പങ്കുവയ്ക്കലും, ഭയങ്കര ശക്തി, അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികൾ, ഇതെല്ലാം അതിശക്തമായിട്ട് നടക്കണം. ഇന്ന് നമ്മുടെ സഭയില് ഈ ഒരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം, ഇന്ന് പല മേഖലകളിലും പല ആത്മാക്കൾ കയറി, ഞാൻ ഇന്നലെ പറഞ്ഞു, ആത്മാക്കൾ കയറി നമ്മുടെ സഭ മേഖലകളെ നയിക്കുന്നു. നമ്മള് ഫലങ്ങളിലേക്ക് നോക്കിയാൽ മതി. വാശിയും വെറുപ്പും മാത്സര്യവും അധികാര കസേരയും പിന്നെ ലോകാരൂപി ഒത്തിരിയേറെ ലോകത്തിലേക്ക് പോയി. പൈശാചികമായ നിയന്ത്രണങ്ങള്, ആധിപത്യങ്ങള്, അലസതയിലേക്ക്, മടിയിലേക്ക്, ലോകത്തിന്റെ കാര്യങ്ങള്. മാത്രമല്ല, നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനത്തില് ശ്ലീഹന്മാര് പറയുന്നത്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സമയത്ത് ശ്ലീഹന്മാര് പറയാം, കുറെ ഡീക്കന്മാരെയൊക്കെ എടുത്തു, ജോലികളും മറ്റു ഉത്തരവാദിത്തങ്ങളും അവർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പറയാ, ഞങ്ങൾ വചന ശുശ്രൂഷയിൽ പങ്കുചേരട്ടെ, നിങ്ങൾ ഞങ്ങളെ അതിനുവേണ്ടി ഫ്രീ ആക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ വചനം പങ്കുവെക്കാൻ, കർത്താവിന്റെ കൃപ നിറച്ച് അനേകരിലേക്ക് കൈവയ്പിലൂടെ പകർന്നു കൊടുക്കാൻ. അതല്ലേ പൗലോസ് ശ്ലീഹ പറഞ്ഞ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം, ഇത് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്ലീഹന്മാരെ പ്രത്യേകം വേർതിരിച്ച്, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇതുപോലെ ഈ കാലഘട്ടത്തില് ദൈവം അഭിവന്യ പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ വേർതിരിച്ചു വിളിച്ചു. എന്തിനാ? ഈ അഭിഷേകത്തില് പ്രാർത്ഥിക്കാൻ, കൈവയ്പിലൂടെ ദൈവിക വരം പകർന്നു കൊടുക്കാൻ. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ പിശാച് കേറി വിളിക്കപ്പെട്ട വിളി മറന്ന് മറ്റ് പല വ്യാപാരങ്ങളിലും, മറ്റ് പല ബിസിനസ്സുകളിലും, മറ്റ് പല പ്രവൃത്തികളിലും ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ട് ശക്തി നഷ്ടപ്പെട്ടു പോയി. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീരെ കുറഞ്ഞോടി. ദൈവം വിളിക്കാതെയായി, ദൈവവിളി കുറഞ്ഞു. കാരണം ദൈവം വിളിച്ച വിളി, വേർതിരിച്ച വിളി, അത് ചെയ്യണില്ല. മറ്റു പല കാര്യങ്ങൾക്ക് ഭയങ്കര താല്പര്യം. കറങ്ങാൻ പോകാൻ, ടൂറിന് പോകാൻ. കഴിഞ്ഞ ദിവസം ഒരു സമൂഹത്തില് ടൂറിന് പോകാൻ പറ്റില്ല, കാരണം അവിടുത്തെ ശുശ്രൂഷകള് തിരക്കാ, ടൂറിന് പോകാൻ പറ്റില്ല. അതിന് കോമ്പൻസേഷൻ
എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സന്യാസി. സങ്കടം തോന്നി എനിക്ക്. ഞാൻ പറയാ, പ്രിയപ്പെട്ടവരെ, ദൈവികമായ എന്നാ പള്ളി വരില്ല. ദിവ്യാനുസന്നതിയിൽ ഒരിക്കൽ പോലും ആ വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ടൂറിന് പോകാൻ വാശി, അത് അലവൻസ് ഉണ്ട്, അത് കിട്ടിയില്ല, അതിന്റെ പേരിൽ വാശി. സമൂഹ പ്രാർത്ഥനയ്ക്ക് പോയില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവരൊക്കെ എന്തിനു വൈദികരായി? ഇത് ഞാനൊരു കുറ്റം പറയില്ല. പിശാച് പ്രാർത്ഥിക്കാതിരിക്കാൻ, വിളിക്കപ്പെട്ട വിളി ഉത്തരവാദിത്തത്തോടെ പൂർത്തീകരിക്കാതിരിക്കാൻ അതിശക്തമായിട്ട് ഇന്ന് അടിമപ്പെടുത്തി വച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിത് കഴിഞ്ഞിട്ട് പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി ഈ കാലഘട്ടത്തിൽ ശക്തമായ ഒരു പ്രാർത്ഥന നമ്മൾ ആരംഭിക്കും. പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കണം, സഭയ്ക്ക് ലഭിക്കണം. ഈ ഒരു മേഖലയിൽ എന്താ പറയാ, പ്രാർത്ഥന കുറഞ്ഞു, ദിവ്യകാരണത്തിന്റെ സന്നദ്ധിയിൽ ഇരിപ്പ് അതൊക്കെ കുറെ കുറഞ്ഞു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് പകരപ്പെടേണ്ടവരിൽ നിന്ന് പകരപ്പെടാത്ത അവസ്ഥ, അത് ഭയങ്കര ദുരന്തമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ശുശ്രൂഷകളിലേക്ക്, ജോലി, ബിസിനസ്, പഠന മേഖലകളിലേക്ക് ഒഴുക്കപ്പെടേണ്ട പരിശുദ്ധാത്മ പകർച്ച അത് കുറെ നിലച്ചു പോയെന്നോ കുറഞ്ഞു പോയെന്നോ എന്ന് വേണമെങ്കിൽ കരുതാം. അതിനനുസരിച്ച് നമ്മുടെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പും വഴക്കും ഭിന്നതയും വാശിയും മത്സരവും എല്ലാം കൊണ്ട് പിശാച് കയറി നശിപ്പിക്കാം. ദേവാലയങ്ങൾ അടച്ചിടുന്നു, കൂദാശകൾ താല്പര്യമില്ല, കൂദാശ വിവാഹം വിലയില്ല, ലിവിങ് ടുഗദർ, ഗർഭചിത്രം, പിന്നെ മക്കള് അനുസരിക്കത്തില്ല, മിശ്ര വിവാഹം, ഡിസ്പാറ്റ് ഓഫ് കൾട്ട്. ദൈവികമായ കാര്യങ്ങൾക്ക്, പരിശുദ്ധിക്ക്, കൂദാശകൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു തലത്തിലേക്ക് ഈ മറ്റാത്മാക്കൾ കയറി സഭയും കുടുംബങ്ങളും മക്കളും നശിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഈ ആത്മ പകർച്ച കൊടുക്കേണ്ടവർ കൊടുക്കാതെ പോയതിന്റെ വലിയ പൈശാചിക ബന്ധനമുണ്ട്. അത് ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 8-ാം ദിവസം മക്കളെ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച, വരദാന ഫലങ്ങൾ കൈവയ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും പകർന്നു കൊടുക്കേണ്ട ഒത്തിരിയേറെ ഉത്തരവാദിത്വം മറന്ന് ഈ പിശാചിന്റെ അടിമത്തിൽപ്പെട്ട്, ലോകാരൂപിക്ക് അടിമപ്പെട്ട് ജടിക സുഖങ്ങള്, സാമ്പത്തിക മേഖല, മറ്റു വ്യാപാരങ്ങളിൽ പെട്ടുപോയ ഒത്തിരി മക്കൾ, ഇവിടെയൊക്കെ വലിയൊരു അഭിഷേകം ഉണ്ടാകണം. ഈ പെന്തക്കോസ്തായില് പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇവിടെ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പ്രകാശം എല്ലാവരും കാണട്ടെ. ഈ ലോകത്ത് 2 കൊരിന്തോസ് 4:4 പറഞ്ഞുണ്ടല്ലോ, ഈ ലോകത്തിന്റെ ദൈവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം കാണാൻ പോലും പറ്റാത്ത വിധത്തില് അനേക വൈദികരെ, അനേക സന്യാസിമാരെ, അനേകം അഭിവന്യവരായ അധികാരികളെ പിശാച് കുടുക്കി വച്ചടച്ച് കെട്ടിപ്പൊട്ടിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയൊരു എളിമ, വലിയൊരു തിരിച്ചുവരവ്, പരിശുദ്ധാത്മാ പെന്തക്കോസ്ത അനുഭവം ആദിമസഭയിലേതെന്ന പോലെ നമ്മുടെ സഭയില് ഈ 2026 ഈ ആധുനിക ഈ കാലഘട്ടത്തില് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധാത്മാവല്ലാതെ വേറെ ഒരു വഴിയില്ല രക്ഷപ്പെടുത്താൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാനുസന്നതിയിൽ ഈ വലിയ അഭിഷേകം എന്നറിയപ്പെടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയാൽ നയിക്കപ്പെടുവാൻ, അങ്ങയുടെ ശക്തി പ്രകടമാക്കുവാൻ വേണ്ടി അങ്ങ് വിളിച്ച വൈദികര്, അഭിവന്യ പിതാക്കന്മാര്, സന്യാസിമാര്, കത്തോലിക്ക തിരുസഭ, സഭാമക്കള് എല്ലാവരെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദിമ സഭയിലുണ്ടായ
ആ വലിയ കൂട്ടായ്മ, അപ്പം മുറിക്കല്, പങ്കുവയ്ക്കല്, ആ സ്നേഹം, ആ ശക്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈശോയെ ഈ കാലഘട്ടത്തില്, ഈ പന്തക്കുസ്ത അഭിഷേകത്തില് കത്തോലിക്ക തിരുസഭയ്ക്കും എല്ലാ സന്യസ്തർക്കും വൈദികർക്കും അഭിമന്യ പിതാക്കന്മാർക്കും എല്ലാ കുടുംബങ്ങൾക്കും ക്രൈസ്തവ സഭ മുഴുവനിലും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അതങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളതിനു വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകാരൂപിക്ക് അടിമപ്പെട്ട് പിശാച് ബന്ധിച്ച് പ്രാർത്ഥനയിലേക്കോ അങ്ങയുടെ തിരുസന്നിധിയിലേക്കോ വലിയ അഭിഷേകത്തോടെയുള്ള പ്രാർത്ഥനയിലേക്കോ നയിക്കാതെ കടത്ത് കഴിച്ച് ലോകവ്യാപാരങ്ങൾ കുടുങ്ങിപ്പോയ കർത്താവേ, ലോക സുഖഭോഗങ്ങൾ കുടുങ്ങിപ്പോയ എല്ലാ വിളിക്കപ്പെട്ടവരെയും അങ്ങേ തിരു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്ത അനുഭവം എല്ലാ വൈദികർക്കും ഉണ്ടാകട്ടെ, എല്ലാ സന്യസ്തർക്കും ഉണ്ടാകട്ടെ, എല്ലാ സഭാധികാരികൾക്കും ഉണ്ടാകട്ടെ. കത്തോലിക്ക തിരുസഭയില് ആദിമസഭയിൽ എന്ന പോലെ ഉന്നതമായ അഭിഷേകം സംഭവിക്കട്ടെ. കർത്താവേ, ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവിടെ മക്കളെ സമർപ്പിക്കുന്നു, ഇവിടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു, ഇടവകകളെ സമർപ്പിക്കുന്നു, ഇടവക വികാരിമാരെ സമർപ്പിക്കുന്നു, എല്ലാ സന്യാസിനി സന്യാസിമാരെ സമർപ്പിക്കുന്നു, എല്ലാ കോൺവെന്റുകളെ സമർപ്പിക്കുന്നു, എല്ലാ സന്യാസാശ്രമങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണമേ, കൃപ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളില്, സഭയില്, സമർപ്പിതരില്, അഭിഷിക്തരില് നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിലും പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്കും സഭാമക്കൾക്കും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും തരയണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും എല്ലാ മക്കളെയും അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെയും സഭ മുഴുവനെയും എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും കൂട്ടുകെട്ടുകളെ വിശുദ്ധീകരിക്കുകയും
ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദിവ്യകാരീശോയെ കത്തോലിക്ക സഭ മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും സഭാ മക്കളെ എല്ലാവരെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദിമസഭയുടെ ഐക്യവും ആ ഒരു സ്നേഹവും പ്രാർത്ഥനയും ദൈവികമായ കാര്യങ്ങളുള്ള വലിയ താല്പര്യവും ദൈവവേലയിലും സുവിശേഷത്തിന്റെ വചന ശുശ്രൂഷയിലുമുള്ള വലിയ പ്രതിബദ്ധതയും ഇന്ന് വൈദികർക്ക് നൽകണമേ, സഭയ്ക്ക് നൽകണമേ. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട മക്കൾക്ക് ആ വലിയ കൃപയും ഒരു മനസ്സും കൊടുക്കണമേ. കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന പിശാചിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനെ ബന്ധിച്ച് വിടുവിച്ച് കർത്താവേ, അങ്ങ് തന്നെ അങ്ങയുടെ മക്കളെ യഥാർത്ഥമായ പ്രകാശത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിലേക്കും അനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ വൈദികരെ, അഭിവന്യ പിതാക്കന്മാരെ, സഭാ നേതൃത്വത്തെ, സന്യാസിമാരെ അങ്ങ് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണം. പന്തക്കുസ്താനുഭവത്തിന്റെ നിറവിൽ ആദിമസഭയുടെ ആ വലിയ ചൈതന്യത്തിൽ ഞങ്ങളുടെ സഭയെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.